നാട്ടിലിപ്പം ഞാൻ ശരിക്കും സെൻട്രൽ കേരള ഒരു ഭാഗത്ത് നിന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്കും ഫുഡിന് ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നിങ്ങളുടെ 7 ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെന്നുള്ളത് എനിക്കറിയില്ല. ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടും സ്റ്റൈൽസ് ഇറക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഫസ്റ്റ് ടു പുട്ട് അപ്പ് ദ ബോൾഡ് ഫാഷൻ സെൻസസ്. മലയാളത്തിൽ നിങ്ങൾ പറയാ മീൻസ് സംസാരിക്കും ടോക്ക്, വേരിൽ പറയാ മീൻസ് അബ്യൂസ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആസ് വെൽ ആസ് എ സ്നാക്ക് ഇത് കാസർഗോഡിന്റെ ഒരു മെയിൻ ഡിഷ്. ഹായ് ഹലോ നമസ്കാരം. ഇത് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങ് വടക്കേ അറ്റത്തുനിന്ന് 4 പേര് നമ്മൾ കാണാൻ വന്നിട്ടുണ്ട്. അവർ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു കാസർഗോഡുകാരെന്നുള്ള ഗ്രൂപ്പിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആളുകളാണ്. എന്നോട് ഉള്ളത് യൂസഫ്, വഫ, സുസ്ന ആൻഡ് റിഹാന. ഓക്കെ, അപ്പോൾ നമുക്കോട് ചോദിക്കാം, ഇവരൊരു വലിയ മീറ്റപ്പും പരിപാടിയൊക്കെ നമ്മളോട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ പരിപാടി നമുക്ക് ചോദിക്കാം. അപ്പോൾ പറയാം, എന്താണ് കാസർഗോഡുകാർ, എന്താ നിങ്ങളുടെ പരിപാടികൾ? ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇതൊരു 6-7 വർഷം മുമ്പ് ഞങ്ങൾ ആരംഭിച്ച വാട്സപ്പ് കൂട്ടായ്മയാണ്. ആക്ച്വലി ഇതൊരു ഫാമിലി കൂട്ടായ്മയായിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഞങ്ങളിവിടെ വരുന്ന ന്യൂ കമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അവരെ കണക്ട് ചെയ്യുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാസർഗോഡുകാർക്ക് ഞങ്ങളുടേതായ ഒരു യുണീക്കായിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഇവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് വേറൊരു കാസർഗോഡുകാരനോട് ഒന്ന് സംസാരിക്കാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് പോലും വലിയൊരു ആശ്വാസമാണ്. അങ്ങനെ തുടങ്ങിയ കൂട്ടായ്മ ആദ്യം ഒരു 10 പേരായിരുന്നു, ഒരു 5-6 ഫാമിലി ആയിരുന്നു. പിന്നെ അത് വലുതായി ഇന്നൊരു 150ഓളം ആൾക്കാരുള്ള വലിയൊരു കൂട്ടായ്മയായി. കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് ഞങ്ങൾ മീറ്റപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഈ ഗ്രൂപ്പ് തന്നെ ഇപ്പോൾ വളരെ വലുതായിക്കൊണ്ട് വരികയാണ് ഓരോ വർഷം കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിലിപ്പം ഞാൻ ശരിക്കും സെൻട്രൽ കേരള ഒരു ഭാഗത്ത് നിന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്കും ഫുഡിന് ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നിങ്ങളുടെ 7 ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. 7 ഭാഷ ഒഫീഷ്യലായിട്ട് അല്ലാതെയും കുറേ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഈ 7 ഭാഷകൾ സംസാരിക്കുന്ന കമ്മ്യൂണിറ്റീസ്, അതായത് അത് സംസാരിക്കുന്ന വില്ലേജസ്, കമ്മ്യൂണിറ്റീസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ്. കാസർഗോഡിന്റെ മഞ്ചേശ്വരം മുതൽ ചെറുവത്തൂർ വരെ എത്തുമ്പോഴത്തേക്കും പല രീതിയിൽ കൾച്ചറുകൾ മാറുന്നുണ്ട്. ആ ഒരു മൾട്ടി കൾച്ചറലിസം ഞങ്ങളുടെ എല്ലാവരിലും കാണാൻ പറ്റും. ഓക്കെ, അടിപൊളി. അപ്പം എന്താണ് നിങ്ങളുടെ പരിപാടി? കേൾക്കട്ടെ, അതിനെപ്പറ്റി സംസാരിക്കും. ഇത് ഞങ്ങളുടെ 4ാമത്തെ മീറ്റപ്പാണ്. ഓക്കെ, ഞങ്ങൾ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഓരോ തവണയായിട്ട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ മീറ്റപ്പ് 2022 മുതൽ നമ്മൾ വലിയ ഫംഗ്ഷൻ, ഒഫീഷ്യൽ ഫംഗ്ഷനായിട്ടും അങ്ങനെ നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ അതേപോലെ ഒരു വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യാണ് എല്ലാവരും കൂടിയിട്ട്. പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ വെയിറ്റ്, ആൾക്കാർ കാത്തിരിക്കും. കാസർഗോഡിലുള്ള കാനഡൻ്റെ ചുറ്റുമുള്ള പല നാട്ടിലുള്ള ആൾക്കാർ വെയിറ്റിംഗ് ആണ് എപ്പോഴും വന്ന് കൂടാൻ വേണ്ടിയിട്ടും. കാരണം അറിയാലോ, കാസർഗോഡിന് ഒരു പ്രത്യേക സ്ലാങ് ഉണ്ട് സംസാരത്തിന് മുതൽ കാര്യങ്ങൾക്ക് എല്ലാത്തിനും. അത് ഫ്രീ ആയിട്ട് മിണ്ടാനും അവരെ നാട്ടിലെത്തിയ പോലെ ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ആംബിയൻസ് അവർക്ക് കിട്ടുക ഈ കൂട്ടായ്മയിലേക്ക് എത്തുമ്പോഴാണ്. ഇവിടെ വന്ന് കയറുമ്പം എല്ലാവരും ഫ്രീ ആണ്, നോബഡി ഈസ് ദെയർ ടു എന്താ പറയുക, നമുക്ക് നമ്മളെ നാട്ടിലെത്തിയൊരു ഫീലിങ്ങിന്. അതുകൊണ്ടായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു ഇത് കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഈ പ്രാവശ്യം വെരി ഗുഡ് ഫുഡ്, ലൈക്ക് അറബിക് തീമിലുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വി ഹാവ് ഏറ്റവും എക്സൈറ്റ്മെന്റ്, വി ആർ ഗോയിങ് ടു ഗിവ് എ പ്രൈസ് ഫോർ ദ ബെസ്റ്റ് ഡ്രസ്ഡ് മൊഞ്ചത്തി ആൻഡ് മൊഞ്ചൻ ഓഫ് കാസർഗോഡ്. അപ്പൊ നന്നായിട്ട് ഡ്രസ് ചെയ്ത് വരുന്നത് പൊതുവെ ലൈക്ക് വി ആർ നോൺ ഫോർ ദാറ്റ്. കാസർഗോഡുകാരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടും സ്റ്റൈൽസ് ഇറക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ദ ഫസ്റ്റ് ടു പുട്ട് അപ്പ് ദ ബോൾഡ് ഫാഷൻ സെൻസസ് ഔട്ട്സൈഡ്. സോ അതിന് നല്ല മൊഞ്ചത്തികളും മൊഞ്ചന്മാരും വരട്ടെ. അപ്പൊ അവർക്ക് നമ്മൾ ഒരു റെക്കഗ്നിഷൻ, ഒരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. മൊഞ്ചന്മാരും മൊഞ്ചത്തികളും ഒക്കെ കേട്ടോളൂ, അടിപൊളി സമ്മാനം അവിടെ ഉണ്ട്. അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നോളൂ അല്ലേ? വേറെന്താ നമുക്കുള്ള എക്സൈറ്റ്മെന്റ് ആയിട്ട്? അതുണ്ട്. പിന്നെ നമ്മൾ എല്ലാ വർഷവും ലൈക്ക് ഈച്ച് ഇയർ നമ്മളെ കമ്മ്യൂണിറ്റിനകത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ലൈക്ക് ഒരു പ്രൊഫഷനിലേക്ക് കയറിയവരാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് കിട്ടിയ എല്ലാവരെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രദ്ധിക്കും. നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ മുതൽ മുതിർന്നവരിൽ ഇഫ് ദേ ഹാവ് വൺ സംതിങ് ഔട്ട്സൈഡ്, ലൈക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ഔട്ട് ഓഫ് ഇവിടെ പോയിട്ടോ അല്ലെങ്കിൽ വിത്തിൻ ദ കമ്മ്യൂണിറ്റി എങ്ങനെ കിട്ടിയതാണെങ്കിലും ഒരു എന്താ പറയുക, റെക്കഗ്നൈസബിൾ, റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ കാസർഗോഡ് കമ്മ്യൂണിറ്റിയിൽ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന ജനറേഷനും കൂടി നമ്മളെ നാടിൻ്റെയും ഇതിൻ്റെയൊക്കെ അഭിനന്ദനവും കാര്യമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾ കൂടുതൽ കണക്റ്റഡ് ആവും. വലിയവർക്കാണെങ്കിലും നമ്മളത് ചെയ്യും. അപ്പോൾ എല്ലാ വർഷവും ഇപ്പം നാട്ടിൽ നിന്ന് പേരൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഭയങ്കര രസമായിരിക്കും. നാട്ടിൽ കാണുന്ന പോലെ കുറേ മാസങ്ങളൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ തന്നെ കുറച്ച് പ്രായമില്ല അതേപോലെ പേരൻസിനൊക്കെ കാണാം. അപ്പോൾ അവരെയും നമ്മളൊന്ന് ആദരിക്കും. അതേപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും റെക്കഗ്നൈസ്
റെക്കഗ്നീഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും. അങ്ങനെ നമ്മൾ മേക്ക് പീപ്പിൾ ഫീൽ ലൈക്ക് യു ആർ ഇൻ എ കമ്മ്യൂണിറ്റി വേർ യു ആർ വാണ്ടഡ് ആൻഡ് ലവ്ഡ് സോ മച്ച്. നിങ്ങൾ കാസർഗോഡ് തന്നെയാണെന്ന് അവർക്ക് തോന്നുന്നു. ഇവിടെ അതെ, എക്സാക്ട്ലി ആ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസർഗോഡ് ഒരു മംഗലത്തിന് പോയ ഒരു വൈബാണ് അവിടെ ഉണ്ടാവും. കല്യാണം തുടങ്ങിയല്ലേ കാസർഗോഡ്. അതാ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കാസർഗോഡ് പല സ്ലാങ് ഓഫ് ഡയലക്റ്റ് ഉണ്ട്. ഞാൻ കാസർഗോഡിന്റെ അങ്ങേ അറ്റത്താണ്, കണ്ണൂർ ബോർഡറിലുള്ള ആളാണ്. സിറാജ് പ്രോപ്പർ കാസർഗോഡിലുള്ള ആളാണ്. നമ്മളെ രണ്ടുപേരെ ലാംഗ്വേജിൽ തന്നെ കുറെ വ്യത്യാസങ്ങൾ കേൾക്കാം. പക്ഷെ ഞാൻ കഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു വികാരമുണ്ട്. ലൈക്ക് മൾട്ടിപ്പിൾ കൾച്ചേഴ്സ് ആണെങ്കിൽ ലൈക്ക് ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ഇതൊക്കെ ഉണ്ട്. ഫുഡ് മുതൽ ഇപ്പൊ ഒരു എൻ്റെ നാട്ടിലെത്തുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അയക്കൂല. ഓക്കെ, പക്ഷെ അതേ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ തന്നെ എൻ്റെ കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നീലേശ്വരം എത്തിക്കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് അയക്കും കുട്ടികളെ. ഞങ്ങളുടെ നാട്ടിലാണ് ഹസ്ബൻഡ്, എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് ഇങ്ങോട്ടാ വരാം. അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് ഇതിന്. പക്ഷെ എന്നാലും നമുക്ക് ഇതേ വഫ അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് വരണമെങ്കിൽ കാസർഗോഡിലേക്ക് പോകണം. അവിടെ കൾച്ചർ വേറെയാണ്. കുറെ ഒന്നും ആൾക്കാർക്ക് അറിയില്ല കാസർഗോഡിനെ കുറിച്ചിട്ട്. നമ്മൾ മുമ്പ് ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് കാലാവസ്ഥ റിപ്പോർട്ട് പറയുമ്പോൾ വരെ ഇറ്റ്സ് ലൈക്ക് കണ്ണൂർ വരെയാണ് പറയാ പ്രീവിയസ്ലി. ബട്ട് വി ഹാവ് എൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അവർ ഓൺ. അങ്ങനത്തെ ഒരു എന്താ പറയാ, ആ ഒരു എസൻസ് ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികൾക്കും ആൾക്കാർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. അവർ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് സംസാരിക്കാൻ ഒരു ഫോറം ഉണ്ടാവുക, അവർക്ക് ജോലി കിട്ടാൻ. അവർ ന്യൂ കമറായിട്ട് വരുമ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കൺട്രി. നമ്മൾ ദുബായിലൊക്കെ പോയിട്ട് ആൾക്കാർക്ക് പരിചയമുണ്ട്, ലൈക്ക് അവിടെ ആൾക്കാരെ കണ്ടെത്താം. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മലയാളിയെ കാണുക, സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യുണീക്കാണ്. പക്ഷെ അവിടെ തന്നെ നമ്മുടെ നാട്ടിലെങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലുള്ള ആൾക്കാർ സംസാരിക്കാനും അവർക്ക് ഇടപഴകാനും സാഹചര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അടിപൊളി ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ. അപ്പൊ ഇനിയാണ് സർപ്രൈസ്. ഞങ്ങളെ ഭാഷ തന്നെ കേട്ട് ഞെട്ടി. ഇനി കൂടുതൽ കേട്ട് ഞെട്ടാൻ റെഡി ആയിക്കോളൂ. തീർച്ചയായിട്ടും ഞാൻ റെഡി ആയിട്ടിരിക്കുക. കാസർഗോഡിന്റെ പ്രത്യേകമായ ലാംഗ്വേജിൽ യുണീക്ക് ആയിട്ടുള്ള ലാംഗ്വേജിന്റെ പേര് ബ്യാരി എന്നാണ് ഈ ലാംഗ്വേജിന്റെ പേര്. നക്ക് എന്ന് അറിയപ്പെടും. നക്ക്. അപ്പൊ ഇത് എനിക്ക് പോലും മനസ്സിലാവില്ല, ഓഫത്തൊക്കെ മനസ്സിലാവും. അതാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ലേ? ഇല്ല, ഇത് സംസാരിക്കുന്ന രണ്ടുപേരും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് കേൾക്കാം. Actually, it's a dialect of Malayalam. How the Beri community and language started is പണ്ട് ഇതെല്ലാം ട്രേഡേഴ്സ്. അപ്പൊ ട്രേഡർ റോൾ ആക്കും. അപ്പൊ എന്താ മലയാളം ഡയലക്റ്റ് എടുത്ത് തുലു is also influenced. Along with that, there's Kannada and there is like Arabic and Persian, like you're learning words. Apanganaithu build your language and community, especially for merchant and for business akan. കാസർഗോഡിന് മുമ്പ് people used to go to Mangalore and different other nearby states to do business. അതെ, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് പണ്ട് ആ ഒരു ഇത് മാറി വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മോംസ് ഒക്കെ സംസാരിക്കുന്നതിൽ കൂടുതൽ അറബിക്കും ഉറുദു വേർഡ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങേ അറ്റത്ത് കാസർഗോഡ് വരെ, എൻ്റെ നാട്ടിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ ഡിഫറെൻറ്റ് ഇതിൽ പോയിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റുമായിട്ടുള്ള കൂടുതൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് ഇത്രയധികം ലാംഗ്വേജസ് വന്നത്. സംസാരിച്ചു നോക്കാം. അപ്പൊ രഹാന, ഹൗ ആർ യു ഫീൽ? ഇവിടെ ബന്ധ എനിക്ക് എങ്ങനെ ആയിട്ടുണ്ട്? പേടിയായിട്ടുണ്ട്. എന്താ പേടിയായിട്ട്? ನಾನು ಬಂದಿತ್ತು ഒരു 10 days ಹತ್ರಮೇ ಆಯಿ. ಅಪ್ಪ ಇവിಡത്തെ ഡിഫറെന്റ് അല്ലേ വെദർ അത്. അപ്പൊ തെല്ല പേടിയായിട്ടുണ്ടു. അപ്പൊ നീക്ക് കാസർഗോഡ് ഇവന്റ് ಬಂದೋ ಚಮ್ಮ ಎಕ್ಸೈಟ್ಮೆಂಟ್ ಇಕ್ಕಲ್ಲ. ഇപ്പൊ ചെന്നെങ്കിൽ ഔത്തുനിന്ന് വന്നിട്ട് ഒരു ಬೇಜಾರೆಲ್ಲ ഉണ്ട് നക്ക്. ನಂಡೆ ಸೊ ഈവൻ ദോ ഞാൻ വന്നിട്ട് ಖುಷಿಯಸ ಉಂಡು, ಆಯಂಗ್ ಬೇಜಾರಸ ಉಂಡು. പുതിയ ರಾಯ പുതിയ ಔತು ಲೈಕ್ ಆ ಬೇಜಾರುಂಡು. ಸೊ ನೀ ಬೇಜಾರಾಕಂಡ ನೀ ಅವ್ರ ಪನಿ ಹಾಕ 27 ಸೆಪ್ಟೆಂಬರ್ಗೆ ಮೆಸಸ್ ಆಗತ್ಲ
ಕಮ್ಯುನಿಟಿ ಕಾಸರಗೋಡು ಇವೆಂಟ್ ಉಂಟು ಅಪ್ಪ ನೀನು ನಲ್ಲ ಮುಂಜಾನೆ ಪಲ್ಲೆ ಡ್ರೆಸ್ ಹಾಕಿತ್ತು ನೀನು ಕಾಸರಗೋಡು ಇವೆಂಟ್ಗೆ ಬಾ ಇದು ಮಿಸ್ಸಸ್ ಆಗತ್ತೆ ನೈಟ್ ಉಚ್ಚಗ ಡಿನ್ನರ್ ಪಾರ್ಟಿ ಅಪ್ಪ ನೀನು ಅದಕ್ಕೆ ಬಾ ಅದಕ್ಕೆ ಬಂದಾಗ ನೀಕೆಲ್ಲ ಬೇರೆ ಕಾಸರಗೋಡು ಆಲ್ಮಾರೋ ಕಾನು ನೀಕೆ ಬೇರೆ ಪಲ್ಕರ್ ಆಲ್ಮಾರು ఉండదు అప్పుడు నల్ల ఎంజాయ్ అయ్యాక యుల్ ఫీల్ హోమ్ అవే ఫ్రమ్ హోమ్ ഓക്കെ ഇതിനകത്തൊരു വേറെയുള്ള വെച്ചാൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് വെച്ച് കണക്ട് ചെയ്യുക എന്താ പറയണെന്നുള്ളത്. സംഭവം എന്തായാലും മനസ്സിലായിട്ടുണ്ട്, പക്ഷെ തിരിച്ച് പറയാനൊന്നും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടൊരു വാക്ക് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞില്ല, എന്താ പഠിപ്പിക്കാൻ പറ്റും? പെട്ടെന്ന് പഠിപ്പിക്കും ഒരു വാക്ക്, ജസ്റ്റ് എ വേർഡ്. ജസ്റ്റ് എ വേർഡ് എന്നെ പഠിപ്പിക്കുഴപ്പമില്ല. പരയ ഇസ് വേർഡ് അല്ലേ? അപ്പൊ മലയാളംല് നിങ്ങ പരയ മീൻസ് സംസാരിക്കും, ടോക്ക്. ಬೇರಿಲು പരയ മീൻസ് അബ്യൂസ്. അപ്പൊ സെയിം വേർഡ്ക്ക് യു ഹാവ് ടു മീനിങ്സ്. അപ്പൊ ಬೇರಿಲು ഊൽ നക്ക് പറഞ്ഞി മീൻസ് ഷീ അബ്യൂസ്ഡ്, ലൈക്ക് യൂസ്ഡ് അബ്യൂസിങ് ഒഫെൻസീവ് വേർഡ്. ഇതെന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. കീഴടങ്ങി. അപ്പം ഇനി നമ്മുടെ ഇവന്റ് ശരിക്കും എവിടെയാണ് ലൊക്കേഷൻ? ഇപ്രാവശ്യം നമ്മൾ വെക്കുന്നത് മിസിസാഗ ബേൺഹാം ടോപ്പ് കമ്മ്യൂണിറ്റി സെന്ററിലാണ്. സെപ്റ്റംബർ 27 വൈകുന്നേരം 6 മണി മുതലാണ് പരിപാടി. 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡിന്നർ പാർട്ടിയാണ്, അറബിക് തീമുള്ള ഫുഡ്. അതുകൂടാതെ ഒരുപാട് കാസർഗോഡ് നിന്നുള്ള ആൾക്കാർ, പാരൻസ് എല്ലാവരും കൂടെ ചേരുന്ന വലിയൊരു പരിപാടി. ഹോപ്പ്ഫുള്ളി ഒരുപാട് കുട്ടികളുടെ പരിപാടികളുണ്ട്. അങ്ങനെ കുട്ടികളെ ഇവന്റ്സും കൂടിയുണ്ട്. നേരത്തെ ഞാനത് പറയാൻ വിട്ടു. കുട്ടികൾക്കുള്ള കൾച്ചറൽ ഇവന്റ്സും കൂടി ഇപ്രാവശ്യം ഇൻട്രസ്റ്റഡ് ആയ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. കാസർഗോഡിന്റെ തനിമ വിളിച്ചോന്ന മറ്റൊരു മീറ്റായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ കാരണം ഇവിടെ മറ്റുള്ള ഇപ്പൊ നമ്മൾ ഒരുപാട് പരിപാടികളിൽ പോകുന്നുണ്ട്, മലയാളികളുടെ പരിപാടിക്ക് പോകുന്നുണ്ട്, കേരള പരിപാടിക്ക് പോകുന്നുണ്ട്. പക്ഷെ കാസർഗോഡിന്റെ ആ യുണീക്നെസ് അത് നമുക്ക് എവിടെയും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റോറി പറയാൻ വേറെ ആർക്കും പറ്റുകയില്ല. ഇത് ജീവിച്ചു വന്ന ഒരാൾക്ക് ഈ സ്റ്റോറി പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം കാസർഗോഡിന്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ 1400-കളിൽ തന്നെ പ്രോഫറ്റിന്റെ സമയത്ത് തന്നെ മാലിക് ദിനാറും ഫാമിലിയൊക്കെ വന്ന് അവിടെ പള്ളി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു നാടാണ് കാസർഗോഡ്. അവിടുന്ന് തുടങ്ങുന്ന ചരിത്രമാണ്. നമ്മുടെ സാഹിത്യപരമായിട്ട് പറയുകയാണെങ്കിൽ അംബികാസുധനൊക്കെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അംബികാസുധൻ, അവരൊക്കെ അടക്കം ഉള്ള ആൾക്കാരും, പിന്നെ കവി ഉബൈദ്, പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ഖാദർ മാങ്ങാട്, അങ്ങനെയുള്ള ഒരുപാട് പ്രശസ്തരും എന്താ പറയുക ഒരുപാട് പാരമ്പര്യമുള്ള ഒരു നാടിൻ്റെ ഒരു പതിപ്പ് ഇവിടെ കാനഡയിലും നമ്മളത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ഇനിയുള്ള ജനറേഷൻ അത് പകർന്നു കൊടുക്കാനുള്ള ഒരു എളിയ ശ്രമം അതാണ്. ഒരു ചോദിച്ചോട്ടെ, ഇപ്പം മൊഞ്ചന്മാരുടെ മൊഞ്ചത്തുമാരുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പം കാസർഗോഡ് എന്നുള്ളവർ മാത്രം വന്നാലേ കിട്ടുള്ളൂ, അതോ ഞങ്ങളിപ്പോ കോട്ടയംകാരും ഇടുക്കിക്കാരും എറണാകുളംകാരും ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതാണ്. ഇതിനു മുന്നേ നമ്മൾ ഒരു തവണത്തെ ഇവന്റിന് ഇൻക്ലൂസീവ് ആയിട്ട് നടത്തിയിരുന്നു. എല്ലാ തവണയും നമുക്കിത് പറ്റില്ല, കാരണം കൂടുതൽ ആൾക്കാർ നമ്മളെ ഡിസ്ട്രിക്റ്റിൽ തന്നെ എത്തിപ്പെടുമ്പോൾ അങ്ങനെ ഒരു ഇതിലായിട്ട് നടത്താൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എപ്പോഴെങ്കിലും എല്ലാരെയും കൂട്ടുമ്പോൾ കോട്ടയക്കാരെയൊക്കെ നമ്മൾ കോൺടസ്റ്റിന് വിളിക്കുന്നതാണ്. നമ്മൾ തന്നെ കണക്ട് ചെയ്യാന്നുള്ളത് വലിയൊരു ഇതാണ്. കാരണം ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഉള്ള ഇവിടെ അറിയാലോ, വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം വിന്റർ ആണ്. അപ്പൊ അതിന്റെ സ്ട്രഗിള് ഇതൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ അവർക്കൊന്ന് സംസാരിക്കാൻ, ഒന്ന് മനസ്സ് തുറക്കാൻ ഒരാളുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഞങ്ങൾ ഇതേപോലുള്ള ഇവന്റിലേക്ക് വരുമ്പോഴാണ് അവർ മറ്റുള്ള കാസർഗോഡുകാരെ കാണുക, നെറ്റ്വർക്ക് ചെയ്യുക. അതേപോലെ ഈ ഗ്രൂപ്പിലൂടെ തന്നെ ഞങ്ങളിപ്പോൾ കുറെ പേരെ അക്കോമഡേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ ന്യൂ കമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അവർക്കുള്ള എന്തെങ്കിലും ഫൈനാൻഷ്യൽ സപ്പോർട്ട് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകിച്ച് ലൈക്ക് അടുത്തുള്ള നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ആകുമ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുത്തു വിടാനും ചെയ്യാനൊക്കെ, അപ്പൊ അങ്ങനത്തെ എമർജൻസീസിനൊക്കെ നമ്മൾ ഗ്രൂപ്പ് യൂസ്ഫുൾ ആണ്. ആൾക്കാർ പിന്നെ പേരൻസിന് എസ്കോർട്ട് ചെയ്യാൻ അങ്ങനത്തെ പല രീതിയിലൊക്കെ ഹെൽപ്ഫുൾ ആവാറുണ്ട് ആൾക്കാർ. കാസർഗോഡ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് ഫിറോസ് ഉസ്മാൻ. ഇതിന്റെയൊക്കെ നമ്മളൊക്കെ ഇതിന്റെ പുറകിൽ നടക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മൂപ്പരാണ്. അപ്പൊ മൂപ്പരുടെ ഒരു ബേസിലാണ് നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നതും. പിന്നെ ഇതെല്ലാം കൊണ്ടുപോയി കണക്ട് ചെയ്യുക അവിടെയാണ്. അപ്പൊ ഫിറോസ് ഉസ്മാൻ, പിന്നെ അതേപോലെ ഖാദർ സാഹിബ്. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയുക കാസർഗോഡ് കമ്മ്യൂണിറ്റി എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ബിസിനസ് മേഖലയിൽ നിന്ന് നമ്മൾ മാറി ഇപ്പൊ ഫെഡറൽ ഗവൺമെന്റിന് പ്രൊജക്ട് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ്, യൂണിവേഴ്സിറ്റി ലെക്ചേഴ്സ്, അതേപോലെ ഇവിടെ PhD ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കമ്മ്യൂണിറ്റി എന്താ പറയുക വാരീഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കണക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഓവറോൾ ഗോൾ ഞങ്ങളുടെ. അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡുകാർ ആരെങ്കിലും ഈ പരിപാടിയെ പറ്റി ഇനി അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ ഇൻവിറ്റേഷൻ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ചെല്ലുക. അടിപൊളി ഇവന്റ് ആണ്. പ്രത്യേകിച്ച് മൊഞ്ചന്മാരും മഞ്ചത്തിമാരും ഒക്കെ അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് ചെന്നോളൂ. അടിപൊളി സമ്മാനങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഞാനായിട്ട് വിളിച്ച് മുഷിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും
നിങ്ങളുടേതായ രീതിയിൽ വിളിക്കണമെങ്കിൽ പ്രത്യേകിച്ച് വിളിച്ചോളൂ. കാസർഗോഡിൻ്റെതായ രീതിയിൽ തന്നെ വിളിച്ചു കളയാം. നമ്മുടെ കാസർഗോഡിന്റെ എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആണ് കന്നഡ. അപ്പൊ ആ കന്നഡ ലാംഗ്വേജിൽ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. ನೀವೆಲ್ಲರೂ ಕಾಸರಗೋಡು ಇವೆಂಟಿಗೆ ಮಿಸ್ಸೆಸಾಗದಲ್ಲಿ September 27th Saturday ಬರಬೇಕು. ಒಳ್ಳೆ ಮದುವೆ ಮನೆ ಹಾಗೆ ಇರುತ್ತದೆ. ಒಳ್ಳೆ ಡ್ರೆಸ್ ಮಾಡಿ ಫ್ಯಾಷನ್, ನಿಮ್ಮ ಬೆಸ್ಟ್ ಫ್ಯಾಷನ್ ಫುಡ್ ಮುಂದೆ ಹಾಕಿ ಪ್ಲೀಸ್ ಬನ್ನಿ. ഓക്കെ ഓക്കെ. ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരെയും സാധാരണ നമ്മൾ ക്ഷണിച്ചുള്ളൂ കാസർഗോഡ് ഇവന്റിന് വേണ്ടിയിട്ട് September 27th വേണം ടോപ്പിൽ വെച്ചിട്ടാണ്. എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം വഴിയോ ലൈക്ക് കിളിക്കൂടി ഇവന്റ്സ് വഴിയും നിങ്ങൾക്ക് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാം. ആൻഡ് വി കൻ കം. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഗുഡ് ഇവന്റ് ആൻഡ് യു ഗോൺ ഹാവ് മെമ്മറബിൾ ടൈം. നല്ലൊരു സമയം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് കം. ആൻഡ് വേറൊരു കാര്യം കൂടി ഇവിടെ ചോദിച്ചോളൂ. ഇവിടെ 2 പ്ലേറ്റിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ട് അതെ അതെ, വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കാസർഗോഡിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റ് ആണ്. ഓക്കെ. ഭക്ഷണം കണ്ടാ പിന്നെ ഞാനല്ലാതാവും. ഇത് കൽത്തപ്പം എന്ന് പറയും Okay. നമ്മളെ നാട്ടില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. കാസർഗോഡിന്റെ പിസ്സ നമുക്ക് കഴിച്ചോണ്ട് സംസാരിക്കാം. ഇവിടെ കണ്ടിരിക്കുന്നവര് അമലിന്റെ ഒരു തിരക്ക് കണ്ടിട്ട് നോക്കാണ്. അപ്പോ ദിസ് ഇസ് എ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആസ് വെൽ ആസ് എ സ്നാക്ക്. ഇത് കാസർഗോഡിന്റെ ഒരു മെയിൻ ഡിഷാണ്, ഒരു സ്റ്റേപ്പിൾ ഡിഷാണിത്. ഇത് പലതരം കറികളുടെ കൂടെ കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ക്യാമറയ്ക്ക് മുമ്പിൽ കഴിക്കില്ല, എടുക്കത്തേ ഉള്ളൂ. നമ്മളുടെ ഒരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കാസർഗോഡിന്റെ ഒരു പാർട്ട് ഓഫ് കാസർഗോഡ് നിങ്ങൾക്ക് കൊണ്ടുതരാന്നുള്ള ഭാഗമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണ്. അടിപൊളി അടിപൊളി. കാസർഗോഡിന്റെ പിസ്സ എന്നും അറിയപ്പെടുന്നു. ഓ അടിപൊളി. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി പരിപാടികൾ ഇതിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം എനിക്കിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനിയും ആരെങ്കിലും കാസർഗോഡുകാർ ഈ പറഞ്ഞ ഇവന്റിനെ പറ്റി അറിയാത്തതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ കിളിക്കൂടി പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ചെല്ലുക, അവരോട് ചോദിക്കുക. കറക്റ്റായിട്ട് എല്ലാ കാസർഗോഡുകാരും നിർബന്ധമായിട്ടും ഈ പരിപാടിക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഇവന്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആഹാ റേഡിയോ.